നമസ്തേ. നമുക്ക് നമ്മുടെ വീടിന്റെ ഓരോ ദിക്കിന്റെയും എനർജി എന്താണെന്ന് ഒരു ഫെങ്ഷി കൺസൾട്ടന്റിന് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റൂം എടുത്തു, ഒരു 10x10 ഒറ്റ റൂമേ നിങ്ങളുള്ളൂ. ആ റൂമിനകത്തും ഓരോ മൂലയിലും ഓരോ ദിക്കിലും ഒരു എനർജി ഉണ്ട്. അത് 1000 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ഒരു വീടാണെങ്കിലും അതിനകത്തും ആ എനർജി ഉണ്ട്. അതൊരു 3000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണെങ്കിലും അതിനകത്തും ഓരോ ദിക്കിലും ആ എനർജി ഉണ്ട്. അതിനെ ഫ്ലൈങ് സ്റ്റാർ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാൻ സാധിക്കും ഓരോ സ്ഥലത്തുമുള്ള എനർജി എന്ത് തരത്തിലുള്ള എനർജിയാണ്, അത് ഏത് രീതിയിലാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്. ഏതൊരു ബിൽഡിങ്ങിനും നമുക്ക് ആ ഫ്ലൈങ് സ്റ്റാർ എടുക്കാൻ പറ്റും. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു എനർജിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വീടിന്റെ ഒരു എനർജി നമുക്ക് നോക്കാം. കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ്. ഇതിന്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന എനർജി ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എൻട്രൻസ് ഉണ്ടെങ്കിൽ, ദിക്കിനല്ല ഞാൻ പറയുന്നത്, ഫ്ലൈങ് സ്റ്റാർ നമ്പർ വെച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു എനർജി ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെൽത്ത് പരമായിട്ട്, അതായത് ഇവിടെ നിങ്ങളുടെ എൻട്രൻസ് ആണെങ്കിൽ ഇത് ശരിക്ക് സമ്പത്ത് വരുന്ന ഒരു വീടാണ്. ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന വാതിൽ എന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഗുണമുള്ള ഒരു വീടാണ്. ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന വാതിലെങ്കിൽ ഇത് നിങ്ങൾക്ക് ടോട്ടൽ ലോസ് ആണ്. ഇവിടെയാണ് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധി ഉള്ളൊരു വീടാണ്. ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന വാതിൽ എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ എപ്പോഴും കലഹമായിരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന വാതിൽ എന്നുണ്ടെങ്കിൽ ഇത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉള്ളൊരു വീടായിരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന വാതിൽ എന്നുണ്ടെങ്കിൽ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിപ്പിന്റെ വീടായിരിക്കും. അതായത് നിങ്ങളെ ഏത് വിധേനയും മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ വീടിന്റെ പ്രധാന എൻട്രൻസ് എന്നുണ്ടെങ്കിൽ ഇത് ആരോഗ്യ പ്രശ്നമുള്ള ഒരു വീടായിരിക്കും. ഇപ്പൊ നമുക്ക് ഈ വീടിന്റെ 8 ദിക്കിലും വരുന്ന എനർജിയെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം അതാത് സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു എനർജി ഉണ്ട്. അത് ഏത് ദിക്കിലാണോ ആ ഒരു എനർജി നിൽക്കുന്നത് ആ ഒരു എനർജി നിങ്ങളെ ബാധിക്കും. ഇപ്പൊ കിഴക്ക് ദർശനമായ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രധാനമായും ഡോർ വെക്കാൻ സാധിക്കുന്ന 3 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയപ്പെടുന്ന സൗത്ത് ഈസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇതുകൊണ്ട് വെച്ച് എൻട്രൻസ് കൊണ്ട് വെച്ചാൽ ഇത് പറ്റിപ്പും കടബാധ്യതയും ഉള്ളൊരു വീടായി മാറും. ഇവിടെ നിങ്ങൾക്ക് പ്രധാന വാതിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉള്ളൊരു വീടായിട്ട് മാറും. ഇവിടെ നിങ്ങൾക്ക് പ്രധാന വാതിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കലഹവും കേസും ഉള്ളൊരു വീടായിട്ട് മാറും. ഞാൻ ദിക്കുകളെ നോക്കി അല്ല ഈ സംസാരിക്കുന്നത്. ഞാൻ വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ വാസ്തുവിൽ മെയിനായിട്ട് നോക്കുന്നത് എന്താണ്, ഉച്ചത്തിലാണോ നീചത്തിലാണോ പ്രധാന ഡോർ വന്നിരിക്കുന്നത്, അതനുസരിച്ച് തന്നെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല കാര്യം തന്നെയാണ്. അതിനോടൊപ്പം ഫെങ്ഷിയോടെ നോക്കുകയാണെങ്കിലോ നമുക്ക് കൂടുതൽ ഗുണപ്രദമായിട്ട് അതിനെ നേടാനായിട്ട് സാധിക്കും. ഈ വീട്ടിൽ നമുക്ക് വാസ്തു ഫെങ്ഷിയും കൂടെ എങ്ങനെ ക്ലബ് ചെയ്ത് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇത് കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ്. ഇതിന്റെ ഫ്രണ്ടിൽ 3 ഡയറക്ഷൻസ് ഉണ്ട്. സൗത്ത് ഈസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, അതുപോലെ നോർത്ത് ഈസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് വാസ്തു ഫെങ്ഷിയോടെ ക്ലബ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫുള്ള് നീളം എടുത്തു, ഇതിന്റെ പകുതി എടുത്തു. അപ്പം ഇവിടെ ഇങ്ങോട്ടുള്ള ഭാഗം നീചവും ഇങ്ങോട്ടുള്ള ഭാഗം ഉച്ചവുമാണ്. അപ്പം ഈ പകുതിക്ക് ഇപ്പുറത്തോട്ട് നമുക്ക് ഡോർ കൊടുക്കുന്നു. എവിടെ ഡോർ കൊടുക്കുന്നു? ഈ ഭാഗത്ത് ഡോർ കൊടുക്കുന്നു. ഗുണം 2 ഉണ്ട്. ഒന്ന്, വാസ്തുപ്രകാരം ഉച്ചത്തിൽ ഡോർ വന്നു, ഫെങ്ഷി പ്രകാരം ഡബിൾ 8 ഡോർ കിട്ടി. ഈ രീതിയിൽ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫെങ്ഷിയുടെ ചില ടൂളുകളിലേക്ക് നോക്കാം. ഇപ്പൊ ഫെങ്ഷി പ്രകാരം ഒരു സ്ഥലത്ത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവാൻ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവാനും അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂള്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു, ഇവിടെ 6-1 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറാ വന്ന് നിൽക്കുന്നത്. ഇത് തൊഴിൽപരമായിട്ട് ഗുണമുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻചയം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പം ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഏതാണെന്ന് കണ്ടിട്ട് ആ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടൂള് അപ്ലൈ ചെയ്താക്കുന്നത്. അതേസമയം നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു 2-5 കോമ്പിനേഷൻ ആണ്. അത് ടോട്ടൽ ലോസിന്റെ ഒരു ഏരിയ ആണ്. ആ നഷ്ടങ്ങളെ കുറയ്ക്കാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു 5 എലമെന്റ് പഗോഡ ഈ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കാം. അപ്പം അതും എലമെന്റ് ബേസ് ചെയ്ത് ഫ്ലൈങ് സ്റ്റാർ നമ്പറിനെ ബേസ് ചെയ്തിട്ട് വെക്കുന്ന ഒരു ടൂളാണ്. ഇനി നമുക്ക് സിംബോളിക്കായിട്ട് വെക്കാവുന്ന 2 ടൂളുകളെ പറ്റി കൂടെ നോക്കാം. ഒന്ന്, നമുക്കൊരു വിക്ടറി ഹോഴ്സ്, അതായത് പേര് പ്രസിദ്ധി വിജയത്തിന് വേണ്ടിയിട്ട് സൗത്തിൽ വെക്കാം. അതല്ലെങ്കിൽ എവിടെ വെക്കാന്ന് വെച്ചാൽ മെയിൻ എൻട്രൻസിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലും അതിനെ സ്ഥാപിക്കാം. അടുത്ത് നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു അരോന മത്സ്യമാണ്. ഇത് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോർത്തിൽ വെക്കാം, തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. പേരിനും പ്രസിദ്ധിക്കും വിജയത്തിനും വേണ്ടി വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഫീനിക്സ് ബേർഡ് ആണ്.
ഫീനിക്സ് ബേർഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു എനർജിയാണ് ഫീനിക്സ് ബേർഡ് നമുക്ക് തരുന്നത്. ഇത് നമുക്ക് സൗത്ത് ഡയറക്ഷനിൽ വെക്കാം. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.